ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിലെ ജമ്മു കാശ്മീരിൽ നടന്ന ഒരു സംഭവ കഥയാണിത്. ഉത്തരേന്ത്യയിലെ കാശ്മീരിൽ അന്ന് നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരു മലയാളി കുടുംബമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കാശ്മീരിൽ നിരവധി മലയാളി കുടുംബങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ 1-2 കുടുംബങ്ങൾ മാത്രം. ഇവരാണെങ്കിൽ നല്ല തീക്ഷ്ണമായ വിശ്വാസമുള്ള കുടുംബവും, അപ്പനും അമ്മയും ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അങ്ങനെ ഇരിക്കുകയാണ് 13 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൂടി നൽകി ദൈവം ആ കുടുംബത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനിടയായത്. പക്ഷേ ആ 3ാമത്തെ കുഞ്ഞിൻ്റെ ജനനം വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ അമ്മ പ്രഗ്നൻ്റ് ആണ് എന്ന് കണ്ടെത്തിയ ഒരവസ്ഥ മുതൽ കൂടെ ജോലി ചെയ്തിരുന്നവരും ഒപ്പം ആശുപത്രിയിൽ പോയി ഏത് ഡോക്ടേഴ്സിനെ കണ്ടുവോ അവരും എല്ലാവരും തെറ്റായ ഉപദേശമാണ് അവർക്ക് കൊടുത്തത്. 13 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസിയാണ്, അപകടമാണ്, കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായേക്കാം, അമ്മയെ ബാധിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ചെയ്തു. ആ മാതാപിതാക്കൾ, ആ ദമ്പതികൾ അപകടം മണത്തു. കാരണം ഏതെങ്കിലും ഒരു മരുന്ന് തന്നു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ ഉദരത്തിലുള്ള ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, കിട്ടുന്ന വണ്ടിക്ക് നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ കിട്ടുന്ന ഒരു ട്രെയിനിൽ അവർ കയറി 4 ദിവസം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് കുഞ്ഞിനെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറ്റ് 2 മക്കളെയും കാശ്മീരിൽ തന്നെ ആക്കി അവർ നാട്ടിൽ വന്നു. യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുകളും ഒരു വേദനയും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രസവം നടന്നു. കുഞ്ഞ് ജനിച്ചു. മിടുക്കനായ ഒരു ആൺകുട്ടിയെ അവർക്ക് ലഭിച്ചു. ഈ കുഞ്ഞിൻ്റെ ജനനശേഷം 5-6 മാസങ്ങൾക്ക് ശേഷം അവനെ മാമോദീസ മുക്കിയതിന് ശേഷം ഇവർ വീണ്ടും ജമ്മു കാശ്മീരിലേക്ക് തിരികെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആരൊക്കെ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയോ, ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്ന് ഏതെല്ലാം ഡോക്ടർമാർ അവരോട് പറഞ്ഞുവോ, അവരുടെയൊക്കെ അടുത്ത് ഈ നവജാത ശിശുവിനെ സംഭവിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ ചെന്നു. ഈ കുഞ്ഞിനെ കണ്ട മാത്രയിൽ ആ നിരുത്സാഹപ്പെടുത്തിയവരെല്ലാവരും കണ്ണീരടിഞ്ഞു. ഡോക്ടർമാർ പൊട്ടിക്കരഞ്ഞു എന്നവരെയാണ് പറയുന്നത്. കാരണം അവർ പറഞ്ഞു, ഈ കുഞ്ഞിനെയാണോ കൊല്ലണമെന്ന് ഞങ്ങൾ ഉപദേശിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ആ ശിശു വളർന്നു. ഇന്ന് ആ കുട്ടി എവിടെയാണ് നിങ്ങൾ ചോദിച്ചേക്കാം. ആ കുട്ടി വളർന്നു, സെമിനാരിയിൽ ചേർന്നു, വൈദികനായി. ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ വചനം പറയുന്ന ആ വൈദികൻ തന്നെയാണ് അന്നത്തെ ആ ശിശു. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് പാപ സാഹചര്യത്തെ തിരിച്ചറിയുവാനുള്ള ആ ഒരു ഉൾവിളി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പക്വതയും വിവേകവും ഇല്ലാത്ത രീതിയിൽ പാപ സാഹചര്യത്തെ വിവേചിച്ചറിയുവാനുള്ള ശക്തി നമ്മുടെ പൊന്നുതമ്പുരാൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ഇന്ന് നിങ്ങളുടെ മുൻപിലായിരുന്നുകൊണ്ട് വചനം പറയുമായിരുന്നില്ല. അപ്പോൾ എന്താണ് പാപ സാഹചര്യം? വ്യക്തികളാകാം പാപ സാഹചര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ചില വസ്തുക്കളാകാം പാപ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ, ചില ഇടങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ പാപ സാഹചര്യം എന്ന് പറയുന്നത് പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഇടങ്ങൾ, വ്യക്തികൾ, വസ്തുക്കൾ, ഇവയൊക്കെയാണ് പാപ സാഹചര്യം എന്ന് പറയുന്നത്. തിരുസഭയും ഈശോയും നമ്മളെ പഠിപ്പിക്കുന്നത് പാപത്തെ മാത്രം വെറുത്തുപേക്ഷിക്കണമെന്നല്ല, ഒപ്പം പാപത്തോടൊപ്പം തന്നെ പാപ സാഹചര്യങ്ങളെയും വിവേചിച്ചറിഞ്ഞ് അവയെയും വെറുത്തുപേക്ഷിക്കുക, അവയെയും മാറ്റി നിർത്തുക. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ പാപ സാഹചര്യം എന്ന് പറയുന്നത് അത് പാപമാണോ? ഉത്തരം ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ്. പാപ സാഹചര്യം അതിൽ തന്നെ പാപമാകുന്നില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് പാപ സാഹചര്യത്തെ താലോലിക്കുന്നു, അറിഞ്ഞുകൊണ്ട് പാപ സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നു, അത് പാപമാകാറുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഭാഷയിൽ പാപ സാഹചര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നതും പാപത്തിൽ വഴുതി വീഴുന്നതും ഒന്നു തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കച്ചിത്തുറു, വെറുതെ ഇരിക്കുന്ന കച്ചിത്തുറു അതിൽ തന്നെ അപകടകാരിയല്ല. പക്ഷെ കച്ചിത്തുറുവിൻ്റെ അടുത്ത്
തീയുമായിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇതുപോലെ തന്നെയാണ് പാപ സാഹചര്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അതിൽ തന്നെ അല്ലെങ്കിൽ അവരിൽ തന്നെ അവർ പാപികളല്ല. പക്ഷേ എൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഞാൻ ആ സുഹൃത്ത് വലയത്തിലേക്ക് ചെന്ന് വിടുമ്പോൾ ഞാൻ പാപം ചെയ്യുവാൻ സാധ്യതകളുള്ളത് കൊണ്ട് ആ സുഹൃത്ത് വലയത്തെ മാറ്റി നിർത്തുകയാണ്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്തുകൊണ്ട് നല്ലത്. അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്നൊക്കെ പറയുന്നത്. മൊബൈൽ ഫോൺ അതിൽ തന്നെ പാപിയോ ഒരു പാപകരമായ വസ്തുവോ ഒന്നുമല്ല. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ തെറ്റായ വിനിയോഗം, ദുർവിനിയോഗം, അത് എന്നെ പാപത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വിവേചിച്ചെറിയുവാനുള്ള ഒരു പ്രത്യേക ശക്തി നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ വലിയ പാപങ്ങളിലേക്ക്, മാരക പാപങ്ങളിലേക്ക് കാൽവഴുതി വീഴുവാനായിട്ട് ഇടയുണ്ട് എന്നാണ് വചനവും തിരുസഭാ മാതാവും നമ്മളെ പഠിപ്പിക്കുന്നത്. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ, വസ്തുക്കൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് പാപ സാഹചര്യം എന്ന് പറയുന്നത്. വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് വ്യക്തികൾ നമ്മെ പാപ സാഹചര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഒന്നാമതായിട്ട്, ചിലപ്പോഴൊക്കെ ചില വ്യക്തികളെ ഭയന്നിട്ട് നമ്മൾ പാപത്തിന് നിന്നു കൊടുക്കും. അയ്യോ, എങ്ങാനും എന്നെ ഉപദ്രവിച്ചാലോ, എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാലോ, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലോ, അല്ലെങ്കിൽ ചിലർക്ക് കൂടി എന്നെ ഉപദ്രവിച്ചാലോ, എന്നെ ആക്രമിച്ചുവെങ്കിലോ, ഇങ്ങനെ നമുക്ക് ചിലരെയൊക്കെ ഭയമാണ്, ചിലരെയൊക്കെ പേടിയാണ്. ഈ ഭയം നിമിത്തം, ഈ പേടി നിമിത്തം ആരൊക്കെയോ എന്നെയൊക്കെ എന്തും ചെയ്യുമെന്ന ചിന്ത നിമിത്തം നമ്മൾ പാപത്തിന് സ്വയം നിന്നു കൊടുക്കാറുണ്ട്, വഴങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് വ്യക്തികൾ പാപ സാഹചര്യമായിട്ട് മാറുന്നത്. നമ്മൾ ഭയം മൂലം, പേടി മൂലം ആരൊക്കെ എന്നെ എന്ത് ചെയ്യുമെന്ന ആ ഒരു ടെൻഷൻ മൂലം നമ്മൾ നിന്നു കൊടുക്കും. സ്നേഹമുള്ളവർ, ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ ഉദാഹരണമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69 മുതലുള്ള തിരുവചനങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. പത്രോസ് കടന്നു ചെല്ലുന്ന ആ ഒരു സാഹചര്യം അവനെ പാപത്തിന് വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പത്രോസ് 3 തവണ ഈശോയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 3 തവണയും തള്ളിപ്പറഞ്ഞ ഓരോ അവസരങ്ങൾ, ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കുകയാണ്. 26, 69. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരക അവനെ സമീപിച്ച്, നീയും ആ ഗലീലിക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുൻപാകെ അവൻ നിഷേധിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഈശോയെ വിചാരണ ചെയ്യുവാനായിട്ട് മറ്റുള്ളവർ കൊണ്ടുപോയതിനു ശേഷം ഈ പരിചാരകരുടെയും തൻ്റെ ശത്രുക്കളുടെയും ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പാപ സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ അവനെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ കെൽപ്പുള്ള വ്യക്തികളുടെ മധ്യത്തിലൂടെയാണ് പത്രോസ് നടക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ കേട്ട് കഴിഞ്ഞു, പാപ സാഹചര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ പാപമില്ല. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് തന്നെ പാപമായിട്ട് മാറുന്നു. അപ്പോൾ ഈ പരിചാരക, ഒരുപക്ഷെ പത്രോസിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഈ പരിചാരക പറയുന്നു, നീയും അവനോടുകൂടെ ആയിരുന്നില്ലേ? പത്രോസ് അല്പം ഭയപ്പെടുന്നുണ്ട്. കാരണം പത്രോസിന് പേടിയാണ്, ഇവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവനെയും പിടിച്ച് ഒരുപക്ഷെ കുരിശിൽ തറച്ചേക്കാം, അവനെയും കുറ്റാരോപണത്തിന് വിധേയനാക്കിയേക്കാം എന്ന് പത്രോസ് ഭയപ്പെടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ ചിലരോടുള്ള ഭയം നിമിത്തം നമ്മൾ ആ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ കഴിയാതെ അവിടെ കുടുങ്ങിക്കിടക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയായിരിക്കാം. അയ്യോ, അവരെന്നെ എന്തെങ്കിലും ചെയ്തേക്കും എന്നുള്ള ഭയം നിമിത്തം നമ്മൾ പാപ സാഹചര്യത്തിൽ നിന്നും വിട്ടുമാറാതെ, ഒഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പാപം ആവർത്തിക്കുവാൻ ഇടയാവും. വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങൾ വീണ്ടും ആവർത്തിക്കുവാൻ ഇടവരുന്നതിനുള്ള കാരണം പാപ സാഹചര്യം എന്താണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും അതിൽ നിന്നും വിട്ടകന്ന് പോരാൻ സാധിക്കാത്തത്. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ആ കഥയിൽ വീണ്ടും നമ്മൾ കാണുന്നു, അവൻ ഒന്നാമത്തെ പരിചാരകയോട് നുണ പറയുന്നു, ഞാൻ ഈശോയെ അറിയുകയില്ല, ക്രിസ്തുവിനെ തള്ളി പറയുന്നു. വീണ്ടും അവൻ മുൻപോട്ട് നീങ്ങുമ്പോൾ അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരക അവനെ കണ്ടു. അവൾ അടുത്തുനിന്നവരോട് ചോദിച്ചു, ഈ മനുഷ്യനും നസ്രായനായ യേശുവിൻ്റെ കൂടെയായിരുന്നു, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പത്രോസ് രണ്ടാമതും ആണയിട്ട് പറഞ്ഞു. നോക്കുക, പാപ സാഹചര്യമാകുന്ന വ്യക്തികളെ ഒഴിവാക്കാത്തത് മൂലം പത്രോസിന് ഭവിച്ച തിന്മയാണിത്. വീണ്ടും വീണ്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭയം നിമിത്തം ക്രിസ്തുവിനെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
എന്നെ അവരെന്തായാലും ചെയ്താലോ, എന്നെയും ക്രൂശിച്ചാലോ എന്നുള്ള ഭയം നിമിത്തമാണ് പത്രോസ് പാപ സാഹചര്യത്തിൽ നിന്നും ഒഴിവാകാതെ അവിടെ തന്നെ കൂടിയിരിക്കുന്നത്. വീണ്ടും പത്രോസ് അവിടെ കവാടത്തിലേക്ക് ചെല്ലുന്നു. വചനം പറയുന്നു, കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ്, തീർച്ച നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. സ്നേഹമുള്ളവരെ, പത്രോസിന് സംഭവിച്ച അതേ പ്രശ്നം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. ആരെയൊക്കെയോ ഭയന്നിട്ട്, ആരെയൊക്കെയോ ഭയന്ന് വിറച്ചിട്ട് പാപമാണ്, പാപ സാഹചര്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും നമ്മൾ ചിലയിടത്ത് അങ്ങോട്ട് കൂടുകയാണ്, ടെൻ്റ് അടിച്ചങ്ങോട്ട് കൂടുകയാണ്. ഞാൻ എന്തെല്ലാം പാപം ചെയ്താലും ഈ ഭയം, ഈ ഭീതി മൂലം ഞാൻ വീണ്ടും വീണ്ടും ആ പാപ സാഹചര്യത്തിൽ തന്നെയായിരിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി. സ്നേഹമുള്ളവരെ, വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം നമുക്ക് വലിയ ഉദാഹരണമായിട്ട് മാറണം. നോക്കുക, പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. പാപ സാഹചര്യത്തെ ആ കൊച്ചു മിടുക്കി പെട്ടെന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കുന്നു. അവൾ ചിന്തിക്കുകയാണ്, പാപത്തേക്കാൾ മരണം. അതോടുകൂടി അവൾ പാപത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറുവാനുണ്ട്. മരണം, രക്തസാക്ഷിത്വം പോലും സംഭവിക്കുന്നത് പാപ സാഹചര്യത്തെ വ്യക്തമായി മനസ്സിലാക്കുകയും ഭയം മൂലം പാപ സാഹചര്യത്തിൽ തന്നെ കുടികൊള്ളാതെ അവിടെ നിന്ന് വിട്ടുമാറി, ഒഴിഞ്ഞു മാറി വിശുദ്ധിയിലേക്ക്, ക്രിസ്തുവിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോഴുമാണ്. അതുകൊണ്ട് പാപത്തെ മാത്രമല്ല, പാപ സാഹചര്യത്തെയും വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ പറഞ്ഞ എൻ്റെ മാതാപിതാക്കളുടെ കഥയിൽ ആ പാപത്തെയും പാപ സാഹചര്യത്തെയും ഒക്കെ, അവരുടെ ജോലി സ്ഥലമായിരുന്നു, അവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്നവർ പോലും പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരെ പേടിച്ചിട്ട്, അവരെ ഭയന്നിട്ട് അവിടെ തന്നെ കൂടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുക പോലും ഇല്ലായിരുന്നു. പക്ഷേ അതല്ല, ദൈവം പഠിപ്പിച്ചു ജീവൻ്റെ വില, ജീവൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ എൻ്റെ മാതാപിതാക്കൾ, പാപ സാഹചര്യത്തെ വിവേചിച്ചറിഞ്ഞ മാതാപിതാക്കൾ അതിനെ വിട്ടൊഴിഞ്ഞ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, വ്യക്തികൾ പാപ സാഹചര്യമാകുന്നത് ഇപ്രകാരമാണ്. ഒന്നാമത്തേത്, നമ്മൾ അവരോടുള്ള ഭയം നിമിത്തം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നു. രണ്ടാമതായിട്ട്, വ്യക്തികൾ പാപ സാഹചര്യമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്ക് ചിലരെയൊക്കെ വേദനിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, ഞാൻ അവരുടെ കൂടെ പോയി ഇരുന്നില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവർക്ക് വേദന ഉണ്ടാകരുതല്ലോ, അവർക്ക് എന്നെക്കുറിച്ച് ഓർത്ത് വിഷമമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പ്രീണിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് വിഷമം വരുതരുതല്ലോ, ഞാനും കൂടെ പോയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കടന്നു ചെല്ലുന്ന പലയിടങ്ങളും പാപ സാഹചര്യങ്ങളായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനായിട്ടും അവരെ ഒന്ന് സുഖിപ്പിച്ചിരുത്താനായിട്ടും ഒക്കെയല്ലേ നമ്മൾ ചിലവഴിക്കുന്നത്. നമ്മുടെ ചില അയൽപക്ക ബന്ധങ്ങളൊക്കെയും പാപ സാഹചര്യങ്ങളായി മാറുന്നു എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും കൂടെ പോയി ഇരുന്നില്ലെങ്കിൽ ആ ഏഷണി പറച്ചിലൊരു സുഖമില്ലല്ലോ, അതിൻ്റെ പൂർണ്ണത കിട്ടുകയില്ലല്ലോ. ഇനി ഞാനും കൂടെ പോയി ഇരുന്നില്ലെങ്കിൽ എന്നെക്കുറിച്ച് അവർ അപഖ്യാതി കൂട്ടിയാലോ എന്നൊക്കെ ചിന്തിച്ച്, ഒരുപക്ഷെ ഭയം നിമിത്തം, ഒരുപക്ഷെ മറ്റുള്ളവരൊന്ന് സന്തോഷിപ്പിക്കുവാനായിട്ട് ഞാനും കൂടെ പോയിരിക്കും. അതുമാത്രമല്ല, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ, യുവജനങ്ങളുടെ ഇടയിൽ, മുതിർന്നവരുടെ ഇടയിൽ മദ്യപാനാസക്തിയായിട്ട്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമായിട്ടൊക്കെ വരുന്നത്, ഈ പ്രലോഭനം എന്ന് പറയുന്നത് പാപ സാഹചര്യമായിട്ട് കടന്നു വരുന്നത് ഈ സുഹൃത്ത് വലയങ്ങളാണ്. ഞാനും കൂടെ ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എന്നെ മാറ്റി നിർത്തത്തില്ലേ? ഈ പ്രീണനമാണ്. അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് അവർക്ക് വിഷമം വരുത്തരുതല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും വ്യക്തികൾ പാപ സാഹചര്യങ്ങളാകുന്നതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു മികച്ച ഉദാഹരണം സോളമൻ രാജാവിൻ്റെ ജീവിതമാണ്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം നമ്മളിത് വായിച്ചു നോക്കണം. സ്വന്തം ഭാര്യമാരെ പ്രീണിപ്പിക്കുവാനായിട്ട്, അവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട്, അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തുവാനായിട്ട് ആ ഭാര്യമാർ ഏതൊക്കെ ദേവന്മാരെയും ദേവതകളെയും കൂടെ കൊണ്ടുവന്നുവോ, സോളമൻ ഏകസത്യദൈവമായ യാഹ്വയെ മറന്ന് അവരുടെ ദൈവങ്ങളെയൊക്കെയും ആരാധിക്കുവാനായിട്ട് തുടങ്ങി. സോളമന് വിഷമമായിരുന്നു, ഞാനും കൂടെ അവരെ ആരാധിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യമാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ ഭാര്യമാരുടെ പിതാക്കന്മാരായ ആ ദേശത്തെ രാജാക്കന്മാരെന്ത് വിചാരിക്കും. അങ്ങനെ പണത്തിനു വേണ്ടി, ആസക്തിക്ക് വേണ്ടി, ഈ തെറ്റായ കൂട്ടുകെട്ടുകളെ അവരെ ഒന്ന് സ്വാധീനിക്കുവാൻ വേണ്ടി, അവർക്ക് സന്തോഷമുണ്ടാകുവാനും വേണ്ടി സോളമൻ എല്ലാത്തിനും വേണ്ടി നിന്നു കൊടുക്കുന്നു. കണ്ടോ, പാപ സാഹചര്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും അതിനെ താലോലിക്കുകയും
ഗൗരവമായിട്ട് അതിനെ കണക്കാക്കാതെ, അതിനെ വലിച്ചു ദൂരെ എറിയാതെ അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. പാപ സാഹചര്യത്തിൽ സന്തോഷത്തോടുകൂടി ആ വ്യക്തി വ്യാപരിക്കുമ്പോൾ 1-ാം കൽപ്പനയും 6-ാം ദൈവകൽപ്പനയും മറ്റു പല കൽപ്പനകളും അദ്ദേഹം ലംഘിക്കുവാനായിട്ട് ഇടവരികയും ചെയ്യുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ പറഞ്ഞ ഇപ്രകാരമാണ്: സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് നയിച്ചു. നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രിയദാസനായിരുന്ന സോളമൻ, ദാവീദിൻ്റെ പ്രിയപുത്രനായിരുന്ന സോളമൻ, ദൈവത്തിൽ നിന്നും ജ്ഞാനവും കൃപകളുമൊക്കെ സമൃദ്ധമായി ലഭിച്ച സോളമൻ സ്വന്തം ഭാര്യമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു കളഞ്ഞു. വീണ്ടും 11-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് സോളമനോട് അരുളി ചെയ്യുന്നു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ച് നിന്റെ ദാസന് നൽകുമെന്ന്. സ്നേഹമുള്ളവരെ, പാപ സാഹചര്യത്തിലായിരുന്ന സോളമൻ, വ്യക്തികളെ പ്രീണിപ്പിക്കുവാനായിട്ട് സ്വയം നിന്നുകൊടുത്ത സോളമൻ, അദ്ദേഹത്തിന് സംഭവിച്ചത് അവൻ്റെ മനസ്സ് തിരിയുകയാണ് ചെയ്തത്. കണ്ടോ, വചനത്തിൽ പറയുന്നുണ്ട്, സോളമനോട് ദൈവം പറയാണ്, നിന്റെ മനസ്സ് തിരിഞ്ഞു പോയിരിക്കുന്നു. മനസ്സ് ഏകാഗ്രമായിരിക്കേണ്ടിയിരുന്നു. ദൈവത്തിൽ, ഏകസത്യ ദൈവത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി ഇരിക്കേണ്ടിയിരുന്ന അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ് തിരിഞ്ഞ്, ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ്, ദൈവസ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞ് മറ്റാരുടെയൊക്കെയോ പിന്നാലെ യാത്ര ചെയ്തതിന് ഒരൊറ്റ കാരണം, പാപ സാഹചര്യത്തെ വിവേചിച്ചറിയാതെ ആ പാപ സാഹചര്യത്തിൽ സന്തോഷത്തോടുകൂടി വ്യാപരിച്ചു എന്നുള്ളത് മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പല ആസക്തികളും കടന്നു വരുന്നത് മറ്റു വ്യക്തികളിലൂടെയായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി മദ്യപാനിയാകുന്നില്ല. പെട്ടെന്ന് ഒരു മകനും ഒരു മകളും മയക്കുമരുന്നിന് അടിമയായി മാറുന്നില്ല. പെട്ടെന്നൊരു ദിവസം മുറി തുറന്നു നോക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നിങ്ങനെ വന്നു കയറുകയില്ലല്ലോ. വ്യക്തികളിലൂടെയാണ് ലഹരി പദാർത്ഥങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. ഇനി അതുമാത്രമല്ല, നാവിൻ്റെ ദുർവിനിയോഗം. ഈ നാവിൻ്റെ ദുർവിനിയോഗവും നമ്മൾ വ്യക്തികളുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ആ പാപവും നടക്കുന്നത്. വചനത്തിൽ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, അധരം നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അധരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പാപത്തിനും അന്ത്യവിധി നാളിൽ നീ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന്. അപ്പോൾ നമ്മുടെ ആസക്തികൾ, അത് ആസക്തി ആയിക്കൊള്ളട്ടെ, ലഹരി പദാർത്ഥത്തോടുള്ള ആസക്തി ആയിക്കൊള്ളട്ടെ, ജഡികമായ ആസക്തികളായിക്കൊള്ളട്ടെ, വാക്കുകൾ കൊണ്ടുള്ള പാപമായിക്കൊള്ളട്ടെ, അധരം കൊണ്ടുള്ള പാപമായിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെയും മൂലകാരണമെന്ന് പറയുന്നത് ചില പാപ സാഹചര്യങ്ങളാകുന്ന വ്യക്തികളാണ്. അവരോടുള്ള ഭയം നിമിത്തം അവരെ ഒന്ന് പ്രീണിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോടൊപ്പമായിരിക്കുകയും ആ കമ്പനിയിലും കൊണ്ട് ചേരുകയും പാപം ആവർത്തിക്കുകയും അതിൽ നിന്നും വീണ്ടും വീണ്ടും പാപം ചെയ്യുവാനുള്ള ഉൾപ്രേരണ നമ്മൾ ആർജിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, പാപ സാഹചര്യങ്ങളെ അളന്നു തൂക്കി വേർതിരിച്ചെടുക്കുവാൻ നമ്മൾ പഠിക്കണം. പാപ സാഹചര്യങ്ങളെ അളന്നു തൂക്കി, അതായത് മുൻകൂട്ടി കാണണം, ഈ വരുന്നൊരു പാപ സാഹചര്യമാണ്. ചില വ്യക്തികളുടെ കൂടെ പോയിരിക്കുന്നത്, ചില സുഹൃത്ത് വലയങ്ങളിലായിരിക്കുന്നത്, ചില സ്ഥലങ്ങളിലായിരിക്കുന്നത്, അവിടെ പാപ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറണം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ പാപ സാഹചര്യത്തിൻ്റെ ദൂഷിത വലയത്തിൽ പെടുവാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഈ പാപത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ പാപത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പാപം ഇങ്ങോട്ട് വരും. ഒരു കാന്തിക വലയമാണ്, ഒരു ദൂഷിത വലയമാണത്. തിരുവചനത്തിൽ പലയിടങ്ങളിലായിട്ട് കാത്തിരിക്കുന്ന, അതായത് നമ്മളെ ആക്രമിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം, പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നോക്കിക്കേ, പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. നിനക്ക് പാപത്തിൽ താല്പര്യമില്ലായിരിക്കാം. നീ നിരന്തരം ദേവാലയത്തിൽ പോകുന്നൊരു വ്യക്തിയായിരിക്കാം, നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ പാപം നിന്നെ കാത്തിരിപ്പുണ്ട്, നിന്റെ പടിവാതിൽക്ക് തന്നെ കാത്തിരിപ്പുണ്ടെന്ന ഒരു മുന്നറിയിപ്പാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ ദൈവം കായേന് മുന്നറിയിപ്പ് നൽകുന്നത്. വീണ്ടും പത്രോസ്ലീഹ നമ്മളോട് പറയുന്നു, 1 പത്രോസ് 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നുവെന്ന്. കണ്ടോ, പാപം വിശക്കുന്ന ഒരു വന്യമൃഗത്തെ പോലെയാണ്.
അത് നമ്മളെ തേടി ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ചെയ്യുന്നത്. ആ പാപത്തിൻ്റെ കാന്തിക വലയത്തിൽ അല്ലെങ്കിൽ ആ ദൂഷിത വലയത്തിൽ അകപ്പെടുവാനായിട്ട് വളരെ വളരെ എളുപ്പമാണ്. അതാണ് പറഞ്ഞത്, പാപത്തെയും പാപ സാഹചര്യത്തെയും വിവേചിച്ചറിയുവാനുള്ള പ്രത്യേകമായ പക്വതയും വിവേചന ശക്തിയും നമ്മൾ ആർജിച്ചെടുത്തുവെങ്കിൽ മാത്രമേ ഇത്തരം പാപ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എവിടെയും എല്ലായിടത്തും പാപ സാഹചര്യങ്ങളുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇടവക പള്ളിയിൽ CCTV ക്യാമറകൾ പിടിപ്പിക്കുക. അപ്പോൾ വികാരിച്ചിന് ഒരേ ഒരു നിർബന്ധം, സങ്കീർത്തിയിൽ തീർച്ചയായിട്ടും പിടിപ്പിക്കണം. ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങൾ കുർബാന ചെല്ലുവാനായിട്ട് ആൾത്താരയിലോട്ട് കയറുമ്പോൾ ആൾത്താരപാലന്മാരെല്ലാം സങ്കീർത്തിരുന്ന് വർത്തമാനം പറച്ചിലും അവർ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ലെന്നാണ് വികാരി അച്ഛൻ്റെ ഒരു നിഗമനം. നോക്കുക, പാപ സാഹചര്യം ദേവാലയത്തിൻ്റെ ഉള്ളിൽ വരെ ഇടം പിടിച്ചിരിക്കുകയാണ്. എവിടെയൊന്നുമില്ല, ഇന്ന വ്യക്തിയൊന്നുമില്ല, ആരെയും തേടി നടക്കുന്ന അലറുന്ന സിംഹമാണ് ഈ പാപം അല്ലെങ്കിൽ പാപ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ട് തന്നെയാണ് 2 തെസ്സലോനിയർ 2-4 നമ്മൾ വായിക്കുന്നത്, ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വരെ സ്ഥാനം പിടിക്കും. അപ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങൾ നമ്മൾ വെറുത്തുപേക്ഷിച്ചില്ല എങ്കിൽ എല്ലായിടത്തും, ഒരുപക്ഷെ വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വഴിവിട്ട ചിന്തകളിലൂടെ പോലും നമുക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടായിരിക്കും. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ് പ്രകാശത്തിലുള്ള ജീവിതം. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ളതിൻ്റെ ഓരോ യാത്രയും അത് പാപത്തിലൂടെയുള്ള യാത്രയാണ്, പാപ സാഹചര്യങ്ങളിലൂടെയുള്ള അപകടം പിടിച്ച യാത്രയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം ക്രിസ്തുനാഥനെ വെളിച്ചമായി ചിത്രീകരിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെയുള്ള അല്ലെങ്കിൽ ഈശോയെ മാറ്റി നിർത്തിയിട്ടുള്ള ഓരോ യാത്രയും അന്ധകാരത്തിലൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 8-12 ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ക്രിസ്തുനാഥനെ നീ ഒന്ന് മാറ്റി നിർത്തിക്കേ, ബാക്കി നീ നടത്തുന്ന എല്ലാ യാത്രകളും അത് അന്ധകാരത്തിലൂടെയാണ്, അപകടം പിടിച്ച പാപ സാഹചര്യത്തിലൂടെയുള്ള യാത്രയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന 2 കഥാപാത്രങ്ങളെ ഞാനത് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കഥാപാത്രം യോഹന്നാൻ 13:30 യൂദാസാണ്, ഒറ്റുകാരനായ യൂദാസ്. അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പം മുറിച്ച് അവർക്ക് നൽകുന്നു. വചനം പറയുന്ന ഇപ്രകാരമാണ്, യോഹന്നാൻ 13:30, ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ യൂദാസ് പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. നോക്കുക, ഒരു പാപ സാഹചര്യത്തിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുന്നു. വെളിച്ചമായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുന്നു. ഓർക്കണം, അന്ധകാരം അതിൽ തന്നെ ഒരു പാപമല്ല, പക്ഷേ അവിടെ പാപ സാഹചര്യമുണ്ട്. ഏത് പാപം ചെയ്യുവാനുള്ള സാഹചര്യവും ഈ അന്ധകാരത്തിനുണ്ട്. അപ്പോൾ ആ അന്ധകാരത്തിലായിരുന്നു കൊണ്ടാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആകർഷണ നിമിത്തം, കൊലപാതകം, ആത്മഹത്യ, ഇതൊക്കെയും ചെയ്തത് ഈശോയെ ഒന്ന് മാറ്റി നിർത്തി അന്ധകാരത്തെ അവൻ സ്നേഹിക്കുവാൻ ഇടവന്നു എന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ യൂദാസ് ഈ കാണിച്ച ഈ ദുഷ്പ്രവൃത്തിക്ക് വിപരീതമായിട്ട് മറ്റൊരു വ്യക്തി അന്ധകാരത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം ഫരിസേയരിൽ നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. നിക്കോദേമോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് മറ്റ് ഫരിസേയരോടും മറ്റ് യഹൂദ പ്രമാണിമാരോടും ഒത്തുള്ളതായിരുന്നു. അതൊരു പാപ സാഹചര്യമായിരുന്നു. പക്ഷെ നിക്കോദേമോസ് അത് വെടിഞ്ഞ്, കണ്ടോ, രാത്രിയുടെ ഒരു സിംബോളിസം അവിടെ യോഹന്നാൻ സ്ലീഹ കൊടുക്കുന്നുണ്ട്. ആ രാത്രിയിൽ ആ അന്ധകാരത്തെയും തൻ്റെ ജീവിത സാഹചര്യങ്ങളെയും പാപ സാഹചര്യങ്ങളെയും വെടിഞ്ഞ് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നിക്കോദേമോസ് കടന്നു വരുന്നു. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഒരാൾ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു. യൂദാസ് ആകട്ടെ പ്രകാശത്തിൽ നിന്നും പാപ സാഹചര്യത്തിലേക്കും പിന്നീട് മാരക പാപങ്ങളിലേക്കും കാൽവഴുതി വീഴുകയും ചെയ്യുന്നു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വെളിച്ചവും പ്രകാശവും തമ്മിൽ വിവേചിച്ചറിയുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കണം. കാരണം വെളിച്ചം ക്രിസ്തുവാണ്. ഓരോ തവണയും നീ വചനം വായിക്കുമ്പോൾ, ഓരോ തവണയും നീ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ഓരോ തവണയും നീ വിശ്വസിക്കുന്ന ഏക സത്യ ദൈവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പാപ സാഹചര്യത്തെ
വ്യക്തമായി കാണുവാനുള്ള കെൽപ്പും ശക്തിയും പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുക തന്നെ ചെയ്യും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് വെളിച്ചം എന്താണെന്ന് അറിയാമായിരുന്നു, ക്രിസ്തു ആരാണെന്ന് അവർക്ക് അറിയാമായിരുന്നു, ജീവൻ്റെ വില അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പാപ സാഹചര്യത്തെ വെറുത്തുപേക്ഷിക്കുവാനും അതുവഴിയായിട്ട് ഒരു ജീവന് സാക്ഷി നൽകുവാനുമായിട്ട് അവർക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ വചനം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ ജീവിതത്തിലും പാപത്തെയും പാപ സാഹചര്യത്തെയും വിവേചിച്ചറിയുവാനുള്ള ശക്തി ലഭിക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വെളിച്ചമായ ഈശോയെ നമ്മുടെ ഗുരുവും നാഥനുമായിട്ട് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.